എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എൻവയോൺമെൻ്റൽ സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻവയോൺമെൻ്റൽ സെഗ്മെൻറ്റ്സ് അഥവാ പാരിസ്ഥിതിക വിഭാഗങ്ങൾ. ദ എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വിച്ച് ഹാസ് ലൈഫ്. Life-sustaining elements such as land, water and air are present on the earth. ജലം, വായു, അന്തരീക്ഷമണ്ഡലം എന്നിവയെല്ലാം ഉള്ളതിനാൽ മാത്രം ജീവനുള്ള ഒരേയൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അതിജീവനം, വികസനം, പരിണാമം എന്നിവയെ സ്വാധീനിക്കുന്ന ജൈവ അജൈവ ചുറ്റുപാടുകൾ ഉൾപ്പെടെ പരിസ്ഥിതിയിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് പരിസ്ഥിതി പഠനം. വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള തത്വങ്ങൾ പരിസ്ഥിതി പഠനത്തിനായി നാം ഉപയോഗിക്കുന്നുണ്ട്. പരിസ്ഥിതി ചെറിയ തലം മുതൽ ആഗോളതലം വരെ വ്യത്യാസപ്പെടാം. അതിൽ സമുദ്രം, അന്തരീക്ഷം, ഭൗമ പരിതസ്ഥിതികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പ്രകൃതി ശക്തികളും മറ്റ് ജീവജാലങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ജീവിയുടെ ചുറ്റുപാടുകൾ വികസനത്തിനും വളർച്ചയ്ക്കും മാത്രമല്ല അപകടത്തിനും നാശത്തിനും വരെ സാഹചര്യമൊരുക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ചലനാത്മക മാറ്റങ്ങൾക്കും ആഘാതങ്ങൾക്കും ഉത്തരവാദികളായ 4 പാരിസ്ഥിതിക വിഭാഗങ്ങളുണ്ട്. അവയാണ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ. ഇതിൽ ഒരു ഘടകത്തിലെ ഏതൊരു മാറ്റവും മറ്റുള്ളവയുടെ സ്വഭാവത്തെയും പ്രവർത്തനത്തെയും ബാധിക്കുന്നു. അന്തരീക്ഷം എന്നത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള വാതകങ്ങളുടെ പാളിയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തെ വ്യത്യസ്ത പാളികളായി തിരിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ പ്രാഥമിക വാതകങ്ങളും ധാരാളം അടിസ്ഥാന വാതകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ എന്നത് ഏറ്റവും താഴ്ന്ന ഭൂമിയോട് അടുത്തുള്ള ഒരു പാളിയാണ്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ശരാശരി 18 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. മേഘങ്ങൾ, മഴ, കൊടുങ്കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഈ പാളിയിലെ ഉയരത്തിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. ഇത് 18 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി അടങ്ങിയിരിക്കുന്നത്. അൾട്രാവയലറ്റ് സൗര വികിരണങ്ങളെ ആഗിരണം ചെയ്ത് ചിതറിക്കുകയാണ് ഓസോൺ പാളി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരത്തിനനുസരിച്ച് താപനില വർദ്ധിക്കുന്നു. മൂന്നാമത്തെ പാളിയാണ് മെസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി ആണ് ഈ പാളി കാണപ്പെടുന്നത്. 50 കിലോമീറ്റർ മുതൽ 85 കിലോമീറ്റർ വരെ ഈ പാളി വ്യാപിച്ചിരിക്കുന്നു. ഈ പാളിയിൽ ഉയരത്തിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. -1000 ഡിഗ്രി വരെ താപനില കുറയാൻ സാധ്യതയുണ്ട്. ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഉൽക്കാശിലകൾ, അതായത് കോമറ്റ്, കത്തുന്ന മേഖലയാണ് മെസോസ്ഫിയർ. ഇവിടുത്തെ അറ്റ്മോസ്ഫറിക് പ്രഷർ വളരെ ലോ ആയിരിക്കും. നാലാമത്തെ പാളി തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ ഭൂമിയിൽ നിന്ന് ഏകദേശം 85 കിലോമീറ്റർ ഉയരത്തിൽ ആരംഭിച്ച് എക്സോസ്ഫിയറിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഈ പാളിയുടെ സവിശേഷത വളരെ ഉയർന്ന താപനിലയാണ്. എന്നാൽ കണികകളുടെ കുറഞ്ഞ സാന്ദ്രത അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് തണുപ്പ് അനുഭവപ്പെടും എന്നതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പരിക്രമണം ചെയ്യുന്നിടത്താണ് തെർമോസ്ഫിയർ. ഈ പാളിയെ അയണോസ്ഫിയർ എന്നും പറയാറുണ്ട്. ഫോട്ടോ അയണൈസേഷൻ റിയാക്ഷൻ കൊണ്ട് ഇവിടെ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പാളിയെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നത്. അഞ്ചാമത്തേതും ഏറ്റവും മുകളിലത്തേതുമായ പാളിയാണ് എക്സോസ്ഫിയർ. ഈ പാളി തെർമോസ്ഫിയറിന്റെ മുകളിലെ അതിർത്തിയിൽ ആരംഭിച്ച് ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറംപാളിയാണ് എക്സോസ്ഫിയർ. ഈ പാളിയിൽ അവശേഷിക്കുന്ന കുറച്ച് അന്തരീക്ഷ കണികകൾക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബഹിരാകാശത്തേക്ക് നീങ്ങാൻ കഴിയും. ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിനും താപനില നിയന്ത്രിക്കുന്നതിനും ദോഷകരമായ സൗര വികിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനും ഈ പാളികൾ അത്യന്താപേക്ഷിതമാണ്. ഈ പാളികളിൽ
ഹൈഡ്രജന്റെയും ഹീലിയത്തിൻ്റെയും ആറ്റങ്ങൾ മാത്രമാണ് കാണപ്പെടുന്നത്. വളരെ കൂടിയ ടെമ്പറേച്ചറാണ്, കാരണം സോളാർ റേഡിയേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ചൂട് അനുഭവപ്പെടുന്നത്. ഹൈഡ്രോസ്ഫിയർ. Hydrosphere is a collective term given to all different forms of water. ഭൂമിയിലെ എല്ലാ തരം ജലവിധാനത്തെയും കൂടി പറയുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ. More than 71% of the earth is covered with water. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് വെള്ളം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഈ ജലം പല രൂപത്തിലാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്. ഓഷൻസ്, സീ, റിവർ, ലേക്ക്, സ്ട്രീം, റിസർവോയർ, ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ പല രീതിയിലും പല രൂപത്തിലും ആണ് ജലം ഭൂമിയിൽ നിലനിൽക്കുന്നത്. The frozen part of the Earth's hydrosphere is made of ice. ഫ്രോസൺ പാർട്ട് എന്ന് പറയുന്നത് ഗ്ലേഷ്യേഴ്സ് ആണ്. ഐസിന്റെ രൂപം ഗ്ലേഷ്യേഴ്സ് ആണ്, ഐസ് ക്യാപ്സ് ആൻഡ് ഐസ്ബർഗ്സ്. ഈ ഫ്രോസൺ പാർട്ട് ഓഫ് ദ ഹൈഡ്രോസ്ഫിയർ ഹാസ് ഇറ്റ്സ് ഓൺ നെയിം, ദ ക്രയോസ്ഫിയർ. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ക്രയോസ്ഫിയർ. നമ്മുടെ ഭൂമിയെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രസൻസ് ഓഫ് വാട്ടർ ഉള്ളതുകൊണ്ടാണ് നീലഗ്രഹം എന്ന് നമ്മുടെ ഭൂമിയെ വിശേഷിപ്പിക്കുന്നത്. ജലത്തിന്റെ തുടർച്ചയായ കൈമാറ്റമാണ് ജലവൈദ്യുത ചക്രം, വാട്ടർ സൈക്കിൾ. സൗരോർജം വഴിയുള്ള ബാഷ്പീകരണത്തിലൂടെ ഭൂമിയുടെ ജലോപരിതലത്തിലെ ജലം നഷ്ടപ്പെടുന്നു. ഭൂമിയുടെ അധികമായ മഴ ജലചക്രത്തെ സന്തുലിതമാക്കുന്നു. കുറച്ച് മഴ ഭൂഗർഭജലമായി മണ്ണിലേക്ക് ശേഖരിക്കപ്പെടുന്നു. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്യുന്നു. വീണ്ടും ആവിയായി അന്തരീക്ഷത്തിലേക്ക് മടങ്ങുന്നു ഈ ജലം. ഇത് ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ എത്തുന്നു. അതിനുശേഷം വീണ്ടും മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിനും അന്തരീക്ഷത്തിനും ഇടയിൽ ജലത്തിന്റെ സന്തുലിതമായ സൈക്ലിംഗ് നടക്കുന്നുണ്ട്. ഈ സൈക്ലിങ്ങിനെയാണ് ജിയോളജിക്കൽ സൈക്കിൾ ഓർ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ എന്നത് സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി എർത്ത് ആണ്. ഏറ്റവും മുകൾ ഭാഗം, പൊട്ടുന്ന മുകൾ ഭാഗവും പുറംതോടും പോഷക ഘടകങ്ങളും അടങ്ങിയ മണ്ണിന്റെ നേർത്ത പാളികളും ഉൾപ്പെടുന്ന ഭൂമിയുടെ ഖരാവസ്ഥയിലുള്ള പുറം ഭാഗമാണ് ലിത്തോസ്ഫിയർ. ഭൂമിയുടെ പാളികളിൽ ഏറ്റവും ദൃഢമായത് ഏകദേശം 150 കിലോമീറ്റർ ലിത്തോസ്ഫിയറിലെ പാറകൾ ഇപ്പോഴും ഇലാസ്റ്റിക്കായി കണക്കാക്കപ്പെടുന്നു. വഴുവഴുപ്പുള്ളത് മാത്രമല്ല, ഇത് ഭൂമിയുടെ പാളികളിൽ ഏറ്റവും തണുപ്പുള്ളതുമാണ്. സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിംഗ് പ്രോസസ്. എർത്തിന്റെ ലെയേഴ്സിൽ ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള ഭാഗം ലിത്തോസ്ഫിയർ ആണ്. ബയോസ്ഫിയർ റെഫേഴ്സ് ടു ദി റീം ഓഫ് ലിവിംഗ് ഓർഗാനിസം ആൻഡ് ദെയർ ഇന്ററാക്ഷൻസ് വിത്ത് ദ എൻവയോൺമെന്റ്. ജീവജാലങ്ങളുടെ മണ്ഡലത്തെയും പരിസ്ഥിതിയുമായുള്ള അവയുടെ ഇടപെടലുകളെയും സൂചിപ്പിക്കുന്നതാണ് ജൈവമണ്ഡലം. ഇതിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. Ecosystem needs energy from chemicals or sunlight. Within each ecosystem, there are dynamic interrelationship between living forms and their physical environment. In this, organisms interact with one another. ഈ ഇന്ററാക്ഷന്റെ ബേസിസിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റിയെ ഗ്രൂപ്പുകളായി തിരിക്കാം. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. നിർമ്മാതാക്കൾ, ഉപഭോക്താക്കൾ, വിഘടിപ്പിക്കുന്നവർ. ഇങ്ങനെ മൂന്നായി തരംതിരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ധാതുപോഷണങ്ങൾ, വെള്ളം എന്നിവ ആഗിരണം ചെയ്ത് മറ്റ് ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന ഹരിത സസ്യങ്ങളെയാണ് ഉൽപാദകർ ഓർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ഉപഭോക്താക്കൾ സസ്യഭുക്കായ മൃഗങ്ങളാണ്, ഹെർബിവോറസ്. ആ മൃഗങ്ങളെ മാംസഭുക്കായ മൃഗങ്ങൾ ഭക്ഷിക്കുന്നു. ബാക്ടീരിയ, ഫംഗസ്, മറ്റ് ചെറിയ ജീവികൾ ഇവയുടെ പ്രവർത്തനത്താൽ മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ, മറ്റ് ചത്ത ജീവികൾ എന്നിവ വിഘടിക്കുന്നു. അതാണ് ഡീകമ്പോസേഴ്സ്. ഇത് സസ്യങ്ങളിലൂടെയും മൃഗങ്ങളുടെയും ഘടകങ്ങളെ ചുറ്റുമുള്ള മാധ്യമത്തിലേക്കോ മണ്ണിലേക്കോ തിരികെ കൊണ്ടുപോകുന്നു. ക്ലൈമറ്റ് എന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഫോർ എ ലാർജർ ഏരിയയാണ്. ദീർഘകാലത്തെ ശരാശരി കാലാവസ്ഥാ രീതികളെയും അവസ്ഥകളെയും ക്ലൈമറ്റ് പ്രതിനിധീകരിക്കുന്നുണ്ട്.
ക്ലൈമറ്റ് കൂടുതൽ പൊതുവായതും ഭൂമിശാസ്ത്രപരമായ കൂടുതൽ പ്രദേശങ്ങൾക്ക് ബാധകവുമായതായിരിക്കും. ക്ലൈമറ്റിനെ പലപ്പോഴും പ്രതിനിധീകരിക്കുന്നത് കാലാവസ്ഥാ ഗ്രാഫുകളോ ചാർട്ടുകളോ ആയിട്ടായിരിക്കും. വാർഷിക താപനിലയും മഴയും എല്ലാം കാണിക്കാൻ ക്ലൈമറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലൈമറ്റ് അതിൻ്റെ സ്ഥിരതയും ദീർഘകാല പ്രവണതകളും ആണ്. ഇതൊരു നീണ്ട കാലയളവിൽ മൊത്തത്തിലുള്ള അന്തരീക്ഷ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അടുത്തത് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. വെതർ എന്നത് ഒരു നിശ്ചിത സ്ഥലത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധാരണയായി മണിക്കൂറുകളോ ദിവസങ്ങളോ ഉള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ താപനില, ഈർപ്പം, മഴ, കാറ്റിന്റെ വേഗത, അന്തരീക്ഷമർദ്ദം ഇവയെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. വെതർ ഇടയ്ക്കിടെ മാറുകയും ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ പല സമയങ്ങളിൽ പല കാലാവസ്ഥകൾ അനുഭവപ്പെടുകയും ചെയ്യും. അന്തരീക്ഷത്തിന്റെ ഹ്രസ്വകാല അവസ്ഥയാണ് വെതർ. വെതർ വളരെ പെട്ടെന്ന് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഇത് കുറച്ച് സ്ഥലത്ത് മാത്രമായിരിക്കും ഈ വെതർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വെതർ ദ്രുതഗതിയിലുള്ളതും ചിലപ്പോൾ പ്രവചനാതീതമായ മാറ്റങ്ങൾക്ക് വിധേയമായതുമായിരിക്കും. കൊടുങ്കാറ്റ്, മഴ, താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഈസ് ദ എർത്ത് കാൾഡ് ബ്ലൂ പ്ലാനറ്റ്? എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് എർത്തിൻ്റെ 71% കണ്ടെയ്ൻസ് വാട്ടർ. അതുമാത്രമല്ല, അപ്പിയേഴ്സ് ബ്ലൂ ഫ്രം ഔട്ടർ സ്പേസ്. ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നീല കളറായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ദ പ്രോസസ് ഓഫ് വാർമിംഗ് ഓഫ് ദ എർത്ത് സർഫസ് ബൈ അബ്സോർവിംഗ് സോളാർ റേഡിയേഷൻസ് that are not reflected back into space called greenhouse effect. അതായത് സോളാർ റേഡിയേഷൻസ് നമ്മുടെ ഭൂമി അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷേ തിരിച്ച് വിടുന്നില്ല. അത് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രതീതിയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയപ്പെടുന്നത്. ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞത് എന്താണ്? ഫ്രോസൺ പാർട്ട് ഓഫ് ഹൈഡ്രോസ്ഫിയർ കാൾഡ് ക്രയോസ്ഫിയർ. വാട്ടർ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ ആണ് എക്കോസിസ്റ്റം. വെതർ എന്നത് ഒരു ഷോർട്ട് പീരീഡ് ആൻഡ് ലിമിറ്റഡ് ഏരിയയിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ക്ലൈമറ്റ് എന്നത് ലോങ് പീരീഡ് ആൻഡ് ലാർജ് ഏരിയയിലുള്ള കണ്ടീഷൻസ്, വെതർ കണ്ടീഷൻസിനെയാണ് ക്ലൈമറ്റ് സൂചിപ്പിക്കുന്നത്. എർത്തിന്റെ കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. എക്സ്പ്ലെയിൻ ദ വേരിയസ് വിയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിന്റെ പല ഘടകങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നത്. അറ്റ്മോസ്ഫിയറിന്റെ തട്ടുകളായിട്ട് തരംതിരിച്ചത് എല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.